ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം. തനിക്കെതിരായി വരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതാണ്. അസറുദ്ദീൻ സർ, താങ്കൾക്കിപ്പോൾ പാർലമെന്റിൽ സംസാരിക്കാൻ ധാരാളം സമയം ലഭിക്കും. 9 വർഷങ്ങളായി താങ്കളുടെ മേൽ പല രീതിയിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചിരുന്നു. മാച്ച് ഫിക്സിംഗിന്റെ കുറ്റാരോപണം, അതുപോലെ അണ്ടർവേൾഡിന്റെ കുറ്റാരോപണം. പക്ഷെ താങ്കൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. അത് ആക്ച്വലി ഞാനത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കുറ്റാരോപണം ശരിക്കും സത്യമല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഏജൻസിയുടെയും കുറ്റാരോപണവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മറുപടിയും പറയേണ്ട ആവശ്യവുമില്ല. എന്റെ പേര് കേസിലേക്ക് ഞാനതിന് മറുപടി പറയണം. ഞാൻ ബോർഡിന് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു, അവർ എന്നെ ബാൻ ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. സോ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഏജൻസിയുടെ കേസൊന്നുമില്ല, പക്ഷേ അവർ എന്നെ ബാൻ ചെയ്തു. പക്ഷേ താങ്കളെ ക്രിക്കറ്റിൽ നിന്നും ബാൻ ചെയ്തതുകൊണ്ട് താങ്കൾ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് താങ്കൾ ജനങ്ങളോട് പറയണ്ടേ? അതായത് താങ്കൾ എന്താണ് ചാലഞ്ച് ചെയ്തതെന്ന്? ബോർഡ് എടുത്ത ഡിസിഷൻ, അതായത് എന്റെ നേരെ എടുത്ത കേസ്, അത് റൂൾസ് ഫോളോ ചെയ്യാതെയായിരുന്നു. അതായത് നാച്ചുറൽ ജസ്റ്റിസ് പോലും അവർ ശരിക്കും ഫോളോ ചെയ്തിരുന്നില്ല. എനിക്ക് അവർ അവസരം തന്നില്ല. ആ സമയത്ത് എനിക്കൊരു ലെറ്റർ വന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രൂവ് ചെയ്യേ എന്നായിരുന്നു. സോ എനിക്ക് ലെറ്ററിൽ എഴുതി കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ആൾക്കാരോട് സംസാരിക്കാതെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ മനസ്സിലാക്കിയത് ആ എൻക്വയറി എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ആയിട്ടുള്ള എൻക്വയറിയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് അതിൽ ധാരാളം പേരുണ്ടായിരുന്നു, അതായത് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കമർ മുറാറയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞത് താങ്കൾക്കെതിരായിട്ട് ബാറ്റിംഗിൽ മാച്ച് ഫിക്സിംഗ് ചാർജസ് ഉണ്ട്, അത് ശരിയല്ല, ആ ബാൻ തീർച്ചയായിട്ടും റിമൂവ് ചെയ്തേ പറ്റുമെന്ന്. അദ്ദേഹം എഴുതിയ ലെറ്ററെ ബോർഡിലേക്ക് അയച്ചു. എൻക്വയറി സമയത്ത് 3 പേരുണ്ടായിരുന്നു, മിസ്റ്റർ മുത്തയ്യ, പിന്നെ രാം പ്രസാദ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാം പ്രസാദ് സാറ് ഹോസ്പിറ്റലിൽ സുഖമില്ലാതിരിക്കുകയാണ്. അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന്. എനിക്കറിയില്ല അദ്ദേഹം ആ സമയത്ത് എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. പക്ഷേ കമൽ മുറാറ തുടക്കത്തിൽ തന്നെ ഒരു ലെറ്റർ എഴുതിയിരുന്നു. നിങ്ങൾ എന്തിനാണ് ധൃതി പിടിച്ച് കേസ് കൊടുത്തത്? നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ലെറ്റർ തരൂ, അതിനുശേഷം ചെയ്യുന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നത് കോർട്ട് കുറച്ച് കൂടുതൽ ധൃതി പിടിച്ചു എന്നാണ്. സോ അത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ത് നടന്നാലും അത് നല്ലതിനായിരിക്കും നടക്കുന്നത്. കേസിന്റെ ഡിസിഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും സത്യം മനസ്സിലാകുകയും ചെയ്യും. ഒരു കേസ് കോടതി വരികയാണെങ്കിൽ അത് ദീർഘകാലം കാണും. അതെ. പക്ഷേ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. താങ്കളുടെ കൊളീഗ്സിന്റെ അടുത്തുനിന്ന്, താങ്കളുടെ കൂടെ കളിച്ച മനോജ് പ്രഭാകർ അതുപോലെയുള്ളവരുടെ അടുത്തുനിന്നും അവർ താങ്കൾക്കെതിരായിട്ട് പല രീതിയിലുള്ള കുറ്റങ്ങളും ആരോപിച്ചിരിക്കുകയാണ്. അല്ല, അതിപ്പോ എനിക്ക് മറ്റുള്ളവരുടെ വായിങ്ങനെ മൂടിക്കെട്ടാൻ പറ്റുമോ? അതെനിക്ക് കഴിയാത്ത കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എഗൈൻസ്റ്റ് സംസാരിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ചെയ്തത് എന്താണെന്ന് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് പോലും ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റും. തെളിയാത്രത്തോളം അത് സത്യമല്ല. കോർട്ടില് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നൊന്നുമില്ല. എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? പക്ഷെ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആലോചിച്ചിരുന്നു. തുടക്കത്തിൽ ഒരു 1.5 വർഷം ഞാൻ ശരിക്കും വിഷമിച്ചിരുന്നു. അതിനുശേഷം അത് ശീലമായിപ്പോയി. ഞാനതൊരു ഫെയ്റ്റാന്ന് കരുതി. കാരണം എനിക്ക് ക്ഷമ കുറച്ച് കൂടുതലാണ്. ഏതൊരു മനുഷ്യനാണോ പേഷ്യൻ്റായിട്ട് നിലകൊള്ളുന്നത് അവന് വിജയം ഉറപ്പാണ്. ഇലക്ഷന്റെ സമയത്ത് ഞാൻ കണ്ടിരുന്നു, അതായത് നരേന്ദ്രമോദി മുറാദാബാദിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അദ്ദേഹവും ഈ ചോദ്യമാണ് ചോദിച്ചത്. ഏത് വ്യക്തിയുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നുവോ, ഏത് വ്യക്തി ദേശത്തിനെതിരായി പ്രവർത്തിച്ചുവോ അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. പബ്ലിക്ക് നല്ലപോലെ ആലോചിച്ചിട്ടല്ലേ വോട്ട് ചെയ്തത്. ഇപ്പോഴുള്ള ജനങ്ങളെ കബളിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക് ഉറപ്പായിട്ടും എനിക്ക് വോട്ട് ചെയ്യില്ല. കാരണം ജനങ്ങൾക്കറിയാം ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന്. 3 ലക്ഷം വോട്ട് മേടിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇതും സത്യം തന്നെയാണ്. പബ്ലിക്കിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അല്ലേ? അതെ, അവർക്കറിയാം. താങ്കൾ എന്തെങ്കിലും ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അധ്യക്ഷനായ ശരത് പവാറിനോട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ വലിയ വിജയം എന്ന് പറയുന്നത് 2016 വിജയമായിരുന്നു. ബോർഡ് ക്യാപ്റ്റൻസിനെ ഫെലിസിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ കൂടി വിളിച്ചിരുന്നു. ബോർഡ് വിളിച്ചത് കൊണ്ട് ഞാനും ശരിക്കും സന്തോഷവാനായിരുന്നു. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ, അതുപോലെ എന്തെങ്കിലും സെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബോർഡ് എന്നെ വിളിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ബോർഡ് എന്നെ വിളിച്ചു. എല്ലാ ക്യാപ്റ്റൻസിന്റെ മുന്നിൽ വെച്ച് എന്നെ ഫെലിസിനേറ്റ് ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അത് അവരുടെ തെറ്റ് അംഗീകരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഒത്തിരി സന്തോഷമുണ്ടാക്കി. ബോർഡ് തന്റെ തെറ്റ് മനസ്സിലാക്കി. പക്ഷേ താങ്കളുടെ മേൽ ചുമതിരുന്ന ബാൻ അവർ നീക്കം ചെയ്തില്ല. അത് കേസ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കേസ് ഇങ്ങനെ കോടതി പോകുമ്പോൾ ഇൻഷാ അല്ലാ അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. പക്ഷേ ഈ ബാൻ നീക്കം ചെയ്യണമെന്ന് എല്ലാവരും പറയുകയാണ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് താങ്കളെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ? അതുകൊണ്ട് അല്ല, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് കോർട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. കോർട്ടിലെ കേസ് നടന്ന് തീരാതെ നമുക്ക് ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതാണ്. താങ്കൾക്കിത് സങ്കടമായിട്ടില്ലേ? താങ്കളുടെ സർവീസസ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് ആവശ്യമായിരുന്നു. അതായത് ഒരു കോച്ചായിട്ട് താങ്കൾ വന്നിരുന്നാൽ നന്നായിരുന്നേനെ അല്ലേ?
അതെ, ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു 2 വർഷം കൂടി നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ 2000-ൽ ഞാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ നല്ല ഫിറ്റായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഫിറ്റ്നസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ യങ്സ്റ്റേഴ്സ് പോലും 80-90% ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെ നടക്കുകയില്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. പ്ലെയേഴ്സൊക്കെ എനിക്ക് ഫോൺ ചെയ്യും, എന്നോട് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് അഭിപ്രായം പറയുകയും ചെയ്യും. അവർക്ക് സന്തോഷമാകും. താങ്കൾ ഇടയ്ക്ക് ടിപ്സ് നൽകാറുണ്ട്? അപ്പോൾ ടിപ്സ് കൊടുക്കും. ആരാണ് കൂടുതലും ഫോൺ ചെയ്യാറുള്ളത്? ഒരുപാട് ഫോൺ കോൾസ് വരാറുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് താങ്കൾക്ക് കുറച്ച് സങ്കടമായി, അതായത് 99 ടെസ്റ്റ് കളിച്ചിട്ട് 100 ആക്കാൻ പറ്റിയില്ലെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു റെക്കോർഡ് തന്നെയാണ്. 99 ടെസ്റ്റ് മാച്ച്. ഇക്കാലത്തിൽ ആരും 99-ൽ ഔട്ട് ആവുകയൊന്നുമില്ല. 99 ടെസ്റ്റ് മാച്ച് കളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 മാച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ അങ്ങ് മാറ്റുകയാണ്, മാറി നിൽക്കാൻ പറയുന്നു. ആ സമയത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് 99. എന്റെ അഭിപ്രായത്തിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരി, താങ്കൾ ചോദ്യം ചോദിക്കൂ. സർ, നിങ്ങളെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്നും ഇന്റർനാഷണൽ ബോർഡ് തന്നെ നിങ്ങളെ ബാൻ ചെയ്തു. അതിൽ നിന്ന് എങ്ങനെയാണ് സർ നിങ്ങൾ തിരിച്ചു വന്നത്? അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു? അല്ല, അതിന്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാറ്റും ബോളും കൈകൊണ്ട് തൊടാനേ പാടില്ല. അതായിരുന്നു എഫക്റ്റ് ചെയ്തത്, വേറൊരു എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചത് കുറച്ച് വിഷമം ഉണ്ടാക്കി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തെറ്റുകാരനല്ല, പക്ഷേ അങ്ങനെ നടന്നത് എന്റെ തലയിലെടുത്താണ്. അങ്ങനെ സംഭവിച്ചുപോയി. പരമാവധി ഞാൻ ക്ഷമയോടെ തന്നെയിരുന്നു, ശാന്തനായി തന്നെയിരുന്നു. ആ സമയത്ത് ഞാൻ ആരുടെ മേൽ ഒരു കുറ്റവും ചാർത്താനായിട്ട് ശ്രമിച്ചതുമില്ല. എനിക്ക് വേണമെങ്കിലും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ തന്നെ നേരിട്ടേ മതിയാകൂ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ജയിച്ചതിന് ശേഷമാണ്. ഇത് സത്യമാണ്. താങ്കളുടെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം സംസാരിച്ചേനെ. ഇപ്പോൾ എനിക്കും ആ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത്. താങ്കൾ എന്താണ് മിണ്ടാതിരുന്നത്? താങ്കൾ വിചാരിച്ചിരുന്നെങ്കിൽ അവരെ എല്ലാം ഒരു വഴിക്കാക്കാമായിരുന്നില്ലേ? നോക്കൂ, എന്റെ സൈഡിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകാത്തപ്പോൾ ഞാൻ എന്തിന് മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം? ഇപ്പോൾ എനിക്ക് എഗനിസ്റ്റായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് എഗനിസ്റ്റായിട്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? വെറുതെ കോൺട്രവേഴ്സി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്റെ ബ്രോട്ടപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബ്രോട്ടപ്പ് തന്നെയാണ്. സോ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത്. പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെയും തോന്നാമല്ലോ, അതായത് താങ്കൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് താങ്കൾ തെറ്റുകാരനായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്നത് ആളുകൾ ഇപ്പോഴും ഞാൻ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് താങ്കൾ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതെനിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എനിക്ക് ഏത് പ്രായത്തിലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. സോ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ആളുകളോട് നന്ദി പറയുകയാണ്. നോക്കൂ, താങ്കളുടെ റെക്കോർഡ്സിൽ താങ്കളെ ബാൻ ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡ്സ് എല്ലാം വളരെ നല്ലതാണ്. താങ്കൾ നിറയെ മാച്ചുകൾ ജയിച്ചിട്ടുണ്ട്, വൺ ഡേ മാച്ച് ധാരാളം കളിച്ചിട്ടുണ്ട്, ക്യാച്ചുകൾ നിറയെ പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മാച്ചിൽ തന്നെ 3 സെഞ്ചുറിയാണ് അടിച്ചത്. വണ്ടർഫുൾ റെക്കോർഡ്സ് ആണ്. അങ്ങനെ ഒരു വണ്ടർഫുൾ റെക്കോർഡുള്ള സമയത്താണ് താങ്കളെ അവർ ബാൻ ചെയ്തത്. അതെ, അങ്ങനെ ബാൻ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ താങ്കളുടെ മേൽ മാച്ച് ഫിക്സിംഗ് ചുമത്തപ്പെട്ട സമയത്ത് ആർക്കായാലും ബുദ്ധിമുട്ട് കാണും. ലോകത്തോട് സത്യം വിളിച്ചു പറയാൻ തോന്നില്ലേ ആ സമയത്ത്? സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. എന്താ നടന്നതെന്നും അവർക്കറിയാം. പുറത്തുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും എന്നെക്കുറിച്ച് എൻക്വയറി നടക്കുകയും ചെയ്തു. അപ്പോൾ നടത്തിയ എൻക്വയറിയിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. കുറച്ച് ഹ്യൂമൻ ക്രൈ കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയയുടെ പ്രഷറും വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ ബോർഡ് പ്രസിഡന്റിന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നെന്നും എനിക്കറിയില്ല. താങ്കൾക്ക് ഇതൊക്കെ അത്യാവശ്യമായിട്ട് തോന്നിയില്ലേ എന്തെങ്കിലും മീഡിയയോട് ഇതൊക്കെ പറയണമെന്ന്? ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ മുത്തയ്യ സാറിനെ കണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് വളരെ തെറ്റായിപ്പോയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പ്രഷർ വളരെ കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നതെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ എന്തെങ്കിലും ജനങ്ങളോടും മീഡിയസിനോടും ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചു? അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ജനങ്ങൾക്ക് മീഡിയയ്ക്ക് അറിയാം ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്.